ഓഡിറ്റോറിയം 30-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഈ വേളയിൽ കെട്ടിലും മട്ടിലും മാറ്റം വരുത്തി AC ഓഡിറ്റോറിയമായി ദ്വാരക മാറിയിരിക്കുന്നു. നവീകരിച്ച ദ്വാരക AC ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. 30ാമത് വർഷം ഈ ഒരു ഓഡിറ്റോറിയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു വലിയ കർത്തവ്യം നിർവഹിച്ച ബഹുമാനപ്പെട്ട മോഹൻ അവരുകളെ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ. കാരണം 29 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങൾക്ക് വേദിയൊരുക്കാൻ ഈ ഓഡിറ്റോറിയത്തിന് കഴിഞ്ഞു. മാത്രമല്ല ഒരു മാന്യമായ രീതിയിലുള്ള പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയം പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഒരാള് ഒരു കല്യാണം നടത്താൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ വിവാഹ സൽക്കാരം നടത്താൻ തീരുമാനിക്കുകയും അത് ദ്വാരകയിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു റേറ്റ് ചോദിച്ച് അതൊന്ന് കുറച്ച് തരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സാമ്പത്തിക നില വെച്ചിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് അത് കുറച്ചു കൊടുത്ത് ആ കാര്യം ഇവിടെ നടത്താനുള്ള അനുമതി കൊടുക്കുന്ന ഒരു സ്വഭാവം ഇതിന്റെ ഓണർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചത്. ഒരു പ്രസ്ഥാനം നടത്തുമ്പോഴാണ് അതിന്റെ വിഷമത എത്രമാത്രം ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത് കണ്ടു നിൽക്കുന്ന കാണികൾക്ക് ഇത് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം നമ്മുടെ അമ്പലത്തിനടുത്തായിട്ട് പണിയുക, അത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുക, അതിലൂടെ ഒരു വരുമാനവും ഇതിന് നിക്ഷേപിച്ച തുക തിരിച്ച് കണ്ടെത്തുകയും ചെയ്യുക എങ്കിൽ മാത്രമാണ് അതിന് ഒരു സംതൃപ്തിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ജീവനക്കാരിവിടെ ഉണ്ട്. വളരെയധികം നല്ല സമീപനം സ്വീകരിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലും ഇത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ശീതീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ച് അറിയിക്കുകയാണ്. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും NSS ചിറയൻകീഴ് താലൂക്ക് പ്രസിഡന്റുമായ G മധുസൂദനൻ പിള്ള ഭദ്രദീപം തെളിയിച്ചു. ഇവിടെ ഇങ്ങനൊരു പ്രസ്ഥാനം നടത്തുവാൻ ഇടയാക്കുവാനും കഴിഞ്ഞ ചിന്തയുടെ കാരണം, ആ ചിന്തയുടെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുക വന്നിട്ടുണ്ടാവും. ഞാനും അത് ഒരു പഠന വരെയൊക്കെ അതിലെനിക്ക് ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും ഇങ്ങനെ തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ ഞാനും ചേർന്ന് നിന്നിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സമൂഹത്തിനെ ഒരുപാട് സഹായിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നു. അപ്പൊ താൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം സമൂഹത്തിന് ഗുണപരമായി ഭവിക്കണമെന്നുള്ള ചിന്ത അറിയാതെയോ സംഭവിക്കുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തിന് ഗുണകരമായ ഒരു പ്രസ്ഥാനമാണ് ശ്രീ മോഹൻ നായർ ഇവിടെ പടുത്തുക. അത് കാലം ഒരുപാട് പോയി. ഒരുപാട് കുടുംബങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ പോലും ഇവിടെ ഭക്ഷണം കഴിച്ച്, ഇവിടെ കല്യാണം കഴിച്ച് പോയവരുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഈ നാട്ടിൽ മാത്രമല്ല, അന്യനാട്ടിലേറെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു പോയവരുണ്ട്. കല്യാണം എന്ന് പറഞ്ഞ മഹത്തായ സങ്കല്പമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ സങ്കല്പമൊക്കെ തെറ്റിക്കിടുന്നൊരു കാലത്താണ് ഇത് വീണ്ടും നിൽക്കുന്നത്. എന്നാൽ ഇത് വേണ്ടിവരും. വിവാഹം എന്ന സങ്കല്പത്തിന് ഒരിക്കലും മാറ്റമില്ല സംഭവിക്കുന്നു. വിവാഹം കഴിച്ച ശേഷം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ ആളല്ല ഞാൻ, അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ വിവാഹം അനിവാര്യമായ ഒരു സങ്കല്പമാണ്. അത് നിർവഹിക്കപ്പെടുവാൻ ഒരു ഇടം തേടിയത് വന്നാൽ ആ ഇടം തേടി വരുന്ന ഒരു സ്ഥാനം കൊടുക്കുവാൻ ശ്രീ മോഹൻ നായർക്ക് ഇവിടം കൊണ്ട് കഴിഞ്ഞു. ഓഡിറ്റോറിയം ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആനന്ദ് കണ്ണശ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചെറിയ യോഗങ്ങൾ, പാർട്ടി മീറ്റിംഗുകൾ, സെമിനാർ, ജന്മദിനാഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് മിനി ഹാൾ AC സൗകര്യത്തോടെ ലഭ്യമാണ്. കൂടാതെ അഡീഷണൽ പാർക്കിംഗ് സൗകര്യത്തോടെ വിശാലമായ പാർക്കിംഗും ഇപ്പോൾ ദ്വാരകയിൽ ഒരുക്കിയിരിക്കുന്നു. ചടങ്ങിൽ ആറ്റിങ്ങൽ ശ്രീപാദം ടെമ്പിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ തോട്ടക്കാട് ശശി, കേരള സ്റ്റേറ്റ് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ R രാമു, ആറ്റിങ്ങൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് P ഉണ്ണികൃഷ്ണൻ, ആറ്റിങ്ങൽ നഗരസഭ മുൻ ചെയർമാൻ M പ്രദീപ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, വാർഡ് കൌൺസിലർ ബിനു GS, ആറ്റിങ്ങൽ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് G ജയദേവൻ, ദ്വാരക ഓഡിറ്റോറിയം പ്രൊപ്പറേറ്റർ V മോഹനൻ നായർ, ലാസി ടീച്ചർ, ഡോക്ടർ ആരതി S മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. VS കളരി ആറ്റിങ്ങൽ, ഡാൻസ് വിത്ത് മീ ആറ്റിങ്ങൽ, സർഗാലയ ആറ്റിങ്ങൽ എന്നിവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വലത്തവടങ്ങൾ കെട്ടി വലതുറമാറി വലതു കൈ നീട്ടി ഇടതു കാലിന്റെ വെള്ളത്തൊട്ട് തൊഴുതു നീട്ടി ചേർത്ത് മലർന്നമർന്ന കളരി തൊട്ട് നെറ്റിക്ക് വച്ച് വലതുറമാറി.
തന്നാനേ തന്നാനെ താനാനല്ല വന്നേനം തന്നിടുന്നു ഈ ഞങ്ങൾ വന്നേനം മാന്യന്മാർക്ക് വന്നേനം തന്നിടുന്നു ഈ ഞങ്ങൾ വന്നേനം മാന്യന്മാർക്ക് മുട്ട് മുട്ട് മുട്ടം പഞ്ചി ഞാൻ വളർത്തും നീര് മുട്ട പഞ്ചി കല്യാണി മുട്ട വിറകിന് വാലും നടകില് മറകും ഞാനേറും കൊതിരാ ശിപ്പാടിക്ക ശിപ്പാടപ്പുരാ HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.